ഇല്ലേ ആ വെണ്ടക്കേ വെണ്ടയ്ക്ക മെഴുക്കുവരട്ടി 5-6 അത് മതി. തക്കാളി ഇഷ്ടം പോലെ ഇരിക്കണം. തക്കാളി ഉണ്ടാക്കാൻ തക്കാളി ചാറ് വെച്ച്. ആണോ? ആരുമായിട്ടായിരുന്നു ഫോണിൽ കത്തി വെക്കുന്നുണ്ടായിരുന്നല്ലോ രാവിലെ? നിനക്ക് ഈ വെണ്ടക്ക അരിഞ്ഞ് ഇവിടെ ഇങ്ങനെ ഇരുന്നാ മതിയല്ലോ. വല്ലതും അറിയണോ? എന്തു പറ്റി? ആ ഒരു സംഘടനയുണ്ട് പെൺപുലി. അതിന്റെ മുഴുവൻ ഉത്തരവാദിത്വം എന്റെ തലയിലാ. എനിക്കത് കാണാതിരിക്കാൻ പറ്റൂലല്ലോ. അവിടെ ഞാനറിയാത്ത ഇത്ര വലിയ വിഷയം എന്താ അവിടെ ഉള്ളത്? ഒരു വിഷയവും ഇല്ല. എന്താണ്? ആ ആന്റി ഫാക്ടറി പോണ മിനി ഇല്ലേ, അവരുടെ വീട്ടില് പ്രശ്നം. എന്ത് പ്രശ്നം? അയാളില്ലേ, അവരുടെ ഭർത്താവ്, അയാള് കള്ളു കുടിച്ചു വന്നിട്ട് കിട്ടണ പൈസ മുഴുവൻ കുടിച്ചു തീർക്കുമെന്ന്. കുടിച്ചിട്ട് വന്നാലോ രാത്രിയാവുമ്പോ ഇടിയും കാരച്ചിലും. ആ പെണ്ണ് പകുതിയായി എന്ന് പറയാ. ആ അതിനെന്താ? അതിന് ചേച്ചിനെ വിളിച്ച് പറയണ എന്തിനാ? ഉപദേശിക്കാൻ. ആര്? ഞാൻ. എന്റെ പൊന്നു ചേച്ചി, ചേച്ചി എന്തെങ്കിലും പറഞ്ഞാൽ ക്ലീറ്റോ ചേട്ടൻ കേൾക്കാറുണ്ടോ? അല്ലെങ്കിൽ ചേച്ചി എന്തെങ്കിലും പറഞ്ഞിട്ട് ഇവിടുത്തെ വഴക്ക് തീർന്നിട്ടുണ്ടോ എപ്പോഴെങ്കിലും? ആ ആള് ഉപദേശിക്കാൻ പോണത് പോയി ചേച്ചി, കോമഡി പറയാതെ പൊയ്ക്കേ പോ. ക്ലീറ്റോ പറയാത്തന്നെ. ക്ലീറ്റോ എന്റെ ഭർത്താവാണ്. എനിക്ക് അങ്ങനെ എന്നെ ഇടിക്കോ അടിക്കോ ഒന്നും ചെയ്യുന്നില്ലല്ലോ. അങ്ങനെയാണെങ്കിൽ എനിക്ക് അവരോട് പോയിട്ട് വല്ല വനിതാ കമ്മീഷനും ഒന്ന് പരാതി കൊടുക്കാൻ പറയും. എന്റെ മോളെ ഞാൻ പറഞ്ഞു അവരോട്, നിങ്ങൾ എന്നാ പോലീസ് സ്റ്റേഷനിൽ പോകാൻ. അപ്പൊ അവരെന്താ പറഞ്ഞെന്നറിയാമോ? ഇവിടെ നോക്ക്, അവർക്ക് പോലീസ് സ്റ്റേഷനേക്കാളും വിശ്വാസമാണ് എന്നെന്ന്. ഞാൻ പറഞ്ഞ അയാള് കേൾക്കൂന്ന്. നിനക്കൊക്കെ എന്നെ ഒരു വിലയില്ലാത്തത്. എന്റെ പൊന്നി ചേച്ചി, ഈ ഏടാകൂടത്തിലൊക്കെ പോയി ചാടിയിട്ട് ഏട്ടനെങ്ങാനും അറിഞ്ഞാലുള്ള അവസ്ഥ ചേച്ചി ചിന്തിച്ചിട്ടുണ്ടോ? ഏട്ടനറിഞ്ഞ തന്നെ മൂക്കി കയറ്റുമോ? ഏട്ടനൊന്നും അറിയൂല. ഏട്ടൻ എങ്ങനെ അറിയാനായിട്ട്? മലപ്പുറത്ത് കിടക്കണം അവനെ എങ്ങനെ അറിയാൻ? ചേച്ചി വരുന്നുണ്ട് ചേച്ചി, വന്നോണ്ടിരിക്കുവാ. ഞാൻ അറിഞ്ഞ അവൻ കേറിയിട്ടുണ്ടെന്ന്. എന്നാലും നാളെ രാവിലെ എത്തുള്ളൂ. ആര് പറഞ്ഞു നാളെ രാവിലെ എത്തുള്ളൂ? എടി അതിനൊക്കെ ഇപ്പൊ വഴിയുണ്ട്. ഒരു ആപ്പ് ഉണ്ടല്ലോ, എന്താ ഗൂഗിൾ മാപ്പ്. ഗൂഗിള്. അതിനകത്ത് ഞാൻ ജിത്തുവിനെ കൊണ്ട് ചോദിച്ചു. അപ്പൊ അവൻ പറഞ്ഞു നോക്കിയിട്ട് 12 മണിക്കൂർ എടുക്കുന്നു ഇവിടത്തെ. ഇത് നാറ്റക്കേസാവും കേട്ടോ ചേച്ചി. ഒരു നാറ്റക്കേസും ഇല്ല. എന്താ നാറ്റക്കേസ് ആവാൻ എന്താ ഉള്ളത്? ശരിക്കും ചേച്ചിയുടെ പ്ലാൻ എന്താ? പ്ലാൻ എന്താ? അവരെ ഞാൻ ഉച്ചയ്ക്കും കൂടെ വരാൻ പറഞ്ഞിട്ടുണ്ടോ ഒന്ന് ഉപദേശിക്കണം. ഉപദേശിച്ചൊന്ന് ശരിയാക്കണം. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, എന്നെ ഇതിലൊന്നും പിടിച്ച് വലിച്ചിടരുത്. അല്ലെങ്കിൽ അതും കൂടി ഞാൻ പറയാൻ നിൽക്കുകയാണ്. നീ ഇതിനകത്ത് ഒരു അഭിപ്രായവും പറയാൻ നിൽക്കണം. നിനക്ക് അതിനുള്ള പക്വതയില്ല. എന്റെ ചേച്ചി ഈ പെൺപുലി സംഘടനയിൽ പോയിട്ട് വിടുവായിത്തരം പറയണ പോലെ അല്ല ഇത്. അവിടെയാണെങ്കിൽ സപ്പോർട്ടിന് ഞാനുണ്ട്. ലിലി, നിനക്ക് എന്റെ സ്വത്ത് അറിയില്ല. അതുപോലെയല്ല നാട്ടുകാർക്ക്. അതറിയാവോ? എന്ത് സ്വത്തം? സത്യസന്ധത. അതായത് ഇവര് എന്നോട് പറഞ്ഞത്, ചേച്ചി ഒന്നും പേടിക്കണ്ട, ചേച്ചി ഞങ്ങൾക്ക് ഒരു അവസരം തന്നാൽ മതി. ആ കാണുന്ന ഓണപരിപാടി ചേച്ചി എന്ത് രസമായിട്ടാണ്, എന്ത് അച്ചടക്കത്തോടു കൂടിയാണ് ചേച്ചി ചെയ്തത്. അത്രയും ആൾക്കാരെ നിയന്ത്രിക്കാൻ പറ്റുന്ന ചേച്ചിയാണോ? ചേച്ചിക്കാണ് എന്റെ ഭർത്താവിനോട് പറഞ്ഞാൽ മനസ്സിലാക്കാൻ പറ്റാത്തതെന്ന്. അത് കേട്ടപ്പോ ആകെ അങ്ങ് ഒടിഞ്ഞ് വീണ്. ശരി, എനിക്കൊന്നും അറിയില്ല, ഞാൻ സമ്മതിച്ചു. പക്ഷെ നീ ഒരു കൈ മുറിഞ്ഞ ഇല്ല. നീ ഇതിന്റെ ശിഖരം മാത്രമാണ്. ഞാനാണ് ശാഖ. ഞാൻ പറയുന്നത് ശിഖരം അനുസരിക്കണം. അത് പെൺപുലിയുടെ അജണ്ടയാണ്. പിന്നെ വേറൊരു കാര്യം, അവർ വരുമ്പോൾ ഞാൻ കുറച്ച് സീരിയസ് ആയിരിക്കും. അയ്യോ, കളിയും ചിരിയൊന്നും ഉണ്ടാവൂല എന്ന് പറഞ്ഞാ അന്നേരം ചേച്ചി ചോദിച്ചെന്ന് പറഞ്ഞിട്ട് അതിന്റെ ഇതങ്ങ് ഇല്ലാതാക്കുക. ഞാൻ അങ്ങോട്ട് വരുന്നില്ല. തീർന്ന വരുന്നില്ല. പാലുണ്ടോ? ചായ ഇട്ടതിരിപ്പുണ്ട്. എനിക്കല്ലടി. പിന്നെ അവര് വരുമ്പോ അവർക്ക് എന്തെങ്കിലും ചായ വെള്ളം കൊടുക്കണ്ടേ? അയ്യോ, ഒത്തുതീർപ്പാക്കാൻ വേണ്ടി വരുന്നല്ലേ. ജഡ്ജിയുടെ അടുത്ത് ഒരു കവർ പാലെങ്കിലും കാശ് കൊടുത്ത് വാങ്ങിക്കും. എനിക്ക് കടയിൽ പോകാൻ പറ്റാത്തോണ്ടാണ്. ശീലത്തിലൊന്നും പറ്റൂലേ? അറിയാത്ത പിള്ളേ ചൊറിയുമ്പോ അറിയും.